ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 പൊതുപരീക്ഷ 7ാം ക്ലാസ്സിൻ്റെ തസ്കിയത്തുൽ വിൽദാന്, തജ്വീദുൽ ഖുർആൻ രണ്ട് പാഠബുക്കിൻ്റെയും കൂടെ ഒരുമിച്ചാണ് എക്സാം. അപ്പോൾ അതിൻ്റെ 2024 നടന്ന ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ രണ്ട് പാഠബുക്കും നമുക്ക് ഇതിൻ്റെ കൂടെ റിവിഷനായിട്ട് ചെയ്യാറുള്ള വലിയൊരു വീഡിയോ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഓരോ പാഠബുക്കിൻ്റെയും പ്രത്യേക റിവിഷൻ ചെയ്തത് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഉപകാരപ്പെടുത്തി കാണുക. നമുക്ക് ചോദ്യപേപ്പർ മാത്രം നോക്കി ഉത്തരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം ടിക്ക് ചെയ്യണം, ശരി ടിക്ക് ചെയ്യണം. വൽ ഇൽമു യുഅ്ത വലാ യഅ്തി. ഇത് പറഞ്ഞത് ആരാണെന്നാണ്. അറിവിലേക്ക് വരിക, അറിവ് നിന്നിലേക്ക് വരില്ല. ഇത് പറഞ്ഞത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആരോട് പറഞ്ഞതായിരുന്നോ? സന്ദർഭം എന്തായിരുന്നോ? രാജാവായ ഹാറൂൺ റഷീദ് തൻ്റെ മക്കളായ അമീനെയും മഅ്മൂനെയും മുവത്ത പഠിപ്പിക്കാൻ വേണ്ടി ഇമാമിനോട് കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പിച്ചു. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അറിവിനെ ചുമക്കുന്നതിന് അദ്ദേഹം വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, നിർത്തൂ ഓ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു ഉയർത്തിയതിനെ നിങ്ങൾ അവഗണിക്കരുത്. അറിവിലേക്ക് വരിക, അറിവ് നിന്നിലേക്ക് വരില്ല. അപ്പം അതിനൊക്കെ അറബിയുണ്ട്. ലാ തളഉ ഷൈഅൻ റഫഅഹുല്ലാഹു വൽ ഇൽമു യുഅ്ത വലാ യഅ്തി. അപ്പം അത് മനസ്സിലാക്കുക. അങ്ങനെ രാജാവ് ആ രണ്ട് മക്കളെയും പള്ളിയിലേക്ക് അയച്ചു. അവരും മറ്റുള്ളവരുടെ കൂടെ പള്ളിയിലിരുന്ന് പഠിക്കുന്നവരായി. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്ത സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര് അസ്വമദ്. അസ്വമദ് എന്നതാണ്. അപ്പോൾ നമുക്കത് ശരിയിടപ്പെടുത്താം. അപ്പോൾ പറയുന്നതിൻ്റെ കൂടുതൽ പിന്നെ പറഞ്ഞു പോകുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പേരുകൾ എന്തൊക്കെയായിരുന്നു? തൗഹീദ്, നജാത്ത്, സമദ്, അസാസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇതല്ലാത്ത 20 പേരുകൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസിന്. അപ്പം അത് മനസ്സിലാക്കാം. ഈ സൂറത്തിന് ഒരുപാട് നാമങ്ങളുണ്ട്. അത് നാമങ്ങളുടെ ആധിക്യം ഈ സൂറത്തിൻ്റെ മഹത്വത്തിൻ്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ മാസം റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയത്. തസ്കിയയിലെ 9ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മദീനയിലേക്കുള്ള ഹിജ്റ റബീഉൽ അവ്വൽ 12-ന് മദീന സന്തോഷിച്ചു. പ്രവാചക നിയോഗത്തിൻ്റെ 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താ? യാത്ര എന്നാണ് അർത്ഥം. യാത്ര എന്ന് റിഹ്ല എന്നാണ്. റിഹ്ല എന്നാണ്. അപ്പോൾ അതൊക്കെ അറബി ഇത് തന്നെ വരണമെന്നില്ല. അപ്പം നിങ്ങളെ തസ്കിയയിലെ ചാപ്റ്ററിൽ മാനിൽ കൈമാത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാ പാഠത്തിലും അർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഏത് പാഠത്തു നിന്നാണ് ഏതാ അർത്ഥം വരിക നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്? ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഏത് ലിപിയാണ്? ഹത്തു കൂഫി. ഹത്തു കൂഫിയാണ്. നമുക്ക് പാഠഭാഗത്തിൽ ഇതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് എഴുത്ത് രീതികളിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ തന്നത്. അപ്പോൾ അവിടെ രണ്ടോ അൽഹംദുലില്ലാ എന്നതും ബിസ്മില്ലാഹിർ റഹ്മാനി എന്നതും നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ പഠിച്ചത് ഹത്തു കൂഫി, ഹത്തു നഷ്ഹ്, ഹത്തു സുലുസ്, ഹത്തു റുഖ്അ, ഹത്തുൽ ഫാരിസി, ഹത്തു ദിവാനി. ഇങ്ങനെ 6 രീതിയിലുള്ള ലിപികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഴുത്ത് രീതി. അപ്പോൾ അത് മനസ്സിലാക്കാം. ഓരോ ലിപി അക്ഷരങ്ങളും രൂപങ്ങളും വ്യത്യാസമാണ്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ വന്നാലേ നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയണം. മാച്ച് ചെയ്യാനും വരാം. പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട് മാച്ച് ചെയ്തത്. അപ്പോൾ അതുപോലെ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അടുത്തത് എന്താണ്? അല്ലുന്നൂൻ എന്നതിലെ റസ്മുൽ ഉസ്മാനി നിയമം. എന്താണ് ഇവിടെ റസ്മുൽ ഉസ്മാനി? സിയാദ. സിയാദ എന്തായിരുന്നു? സിയാദ അക്ഷരങ്ങളെ കൂടുതലാക്കലാണ്. ചില അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ അതാണ് ഇവിടെ സിയാദയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ അതിൽ വന്ന ബി അയ്യീക്കും എന്നൊക്കെ അവിടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ തജ്വീദിലെ 9ാമത്തെ ചാപ്റ്റർ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ജാസ്മീൻ എന്നത് ഹദഫ്, ജാസ്മീൻ എന്നത് നമ്മളിവിടെ ഹാസ്മീൻ എന്ന് ആ വീഡിയോയിൽ വായിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അത് പുള്ളി കാണാതെ സംഭവിച്ചതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് പെൻസിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വായിക്കൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കൂല. അങ്ങനെ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്. അപ്പോൾ വീഡിയോ മാറ്റാൻ സമയം കിട്ടിയാൽ ഞാനത് മാറ്റിയിടുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കണം. നമുക്കിവിടെ മാച്ച് ചെയ്യാൻ വന്നണം, ചേരുമ്പടി ചേർക്കണം. തസ്കിയയിൽ നിന്നാണ് വന്നത്. എന്താണ് ഇവിടെ വന്നത്? ഇത്തക്കില്ലാഹ, ഇത്തക്കില്ലാഹ ഹൈസുമാ കുന്തും. എന്താണ്? അപ്പം അതിൻ്റെ ഓപ്ഷൻ ഇ. എന്താണ് വന്നത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക നീ എവിടെയായിരുന്നാലും. നമ്മളെ 12ാമത്തെ പാഠം തസ്കിയയിലെ മിൻ ജമാമിൽ കലിമി എന്ന് പറഞ്ഞ പാഠം. അപ്പം അതിൽ നിന്നാണ് വന്നത്, കൂടുതലും അതിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പം മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഇസ്ഹദു ഫിദ്ദുന്യ. എന്താണ്? യുഹിബ്ബുക്കന്നാസ. ഇസ്ഹദു ഫിദ്ദുന്യ യുഹിബ്ബുക്കന്നാസ. അപ്പോൾ ഇവിടെ 2 യുഹിബ്ബുക്കന്നാസു എന്ന് വന്നിട്ടുണ്ട്. ഒന്ന് യുഹിബ്ബുക്കല്ലാഹ എന്നതാണ് വരേണ്ടത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. എന്താ വെച്ചാൽ നമ്മളത് ജവാമിൽ കലിമിയ എന്നതിൽ 5ാമത്തെ ഇബ്നു മാഞ്ച പറഞ്ഞതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുക്കല്ലാഹു വസ്ഹദ് ഫീമ ഇന്ദന്നാസി യുഹിബ്ബുക്കന്നാസ്. അതിൻ്റെ ബാക്കി ഇവിടെ വരുന്നുണ്ട്. വസ്ഹദ് ഫീമ ഇന്ദന്നാസി യുഹിബ്ബുക്കന്നാസു. അപ്പോൾ അത് 2 എണ്ണം അവിടെ വന്നതുകൊണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക. 2 അതന്നെ എഴുതി വെക്കാം. ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുക്കല്ലാഹു എന്ന് വരുന്നിടത്ത് യുഹിബ്ബുക്കന്നാസ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ അതാ വസ്ഹദ് ഫീമ ഇന്ദന്നാസി യുഹിബ്ബുക്കന്നാസു. അപ്പോൾ അവിടെ നമുക്ക് സിയും നൽകാം, മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? വഷ്തുദ് യദൈക, വഷ്തുദ് യദൈക ബി ഹബിലില്ലാഹി. അപ്പം അത് വന്നത് 10ാമത്തെ പാഠമായ ലാ യഷ്അദു കസ്ലാനി എന്നത് ബൈത്തിൽ നിന്നാണ്. അപ്പം അതെന്നാണ് വന്നത്. എന്താണ്? വസ്തുദ് യദൈക ബി ഹബിലില്ലാഹി, ബി ഹബിലില്ലാഹി. എന്താണ് അതിൻ്റെ അർത്ഥം? എന്തേന്ന് വന്നത്? നിന്റെ 2 കരങ്ങളിലും അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുന്നവനാവുക. നിന്റെ 2 കരങ്ങളിലും അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുന്നവനാവുക. അടുത്തതാ ലാ തലഉ ഷൈഅൻ. എന്താണ്? റഫഅഹുല്ലാഹ്, റഫഅഹുല്ലാഹ്. ഓപ്ഷൻ ബി. അപ്പം അതിൻ്റെ ബി എഴുതാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ബിഹബിലില്ല എന്നതിൻ്റെ ഡിയും ചേർത്ത് കൊടുക്കാം. എന്തായിരുന്നു? ലാ തലഉല്ലാഹു ഷൈഅൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ലാ തലഉ ഷൈഅൻ റഫഅഹുല്ലാഹ്. അള്ളാഹു ഉയർത്തിയതിനെ നീ നിന്ദിക്കാതിരിക്കുക. അള്ളാഹു ഉയർത്തിയതിനെ നിങ്ങൾ അവഗണിക്കരുത്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആ ബൈത്തിൽ നിന്ന് വേറെയും ലൈന് വരാം. അതുപോലെ ജവാമിൽ കലിമി എന്നുള്ളതിൽ നിന്ന് വേറെയും വരാം. അപ്പോൾ അതൊക്കെ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്ത എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 സമാനമാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 സമാനമാണ്, 1/1 ഭാഗമാണ്. അങ്ങനെ 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ നുബൂവത്തിൻ്റെ ഡേഷാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. എത്രയായിരുന്നു? 13ാം വർഷം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 13ാം വർഷം, നുബൂവത്തിൻ്റെ 13ാം വർഷം. 40 വയസ്സായപ്പോഴാണ് നുബൂവത്ത് ലഭിച്ചത്. 53ാം വയസ്സിലാണ് ഹിജ്റ പോകുന്നത്. അപ്പോൾ 13ാം വർഷമാണ് മദീനയിലെത്തിയത്. അടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് മുവത്ത. അടുത്തത് മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡേഷ് യുടെ വീട്ടിൽ താമസിച്ചു. ആരെ വീട്ടിലായിരുന്നു താമസിച്ചത്?
മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ചു. അബുൽ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ. അടുത്തതാ ഉള്ളൂർ കൈഫ എന്നതിലെ ഹംസത്തുൽ വസ്ലിന് ഡാഷ് നൽകി ഓതണം. എന്തായിരുന്നു ഉള്ളൂർ? ഫസ്റ്റ് ഇവിടെ വന്ന ഈ അലിഫ്, സ്വാദിൻ്റെ തല പോലുള്ള ഈ അലിഫിന് നമ്മൾ എന്ത് നൽകിയിട്ടാണ് ഹംസത്തുൽ വസ്ലിന് ഇവിടെ നമ്മൾ ഓതേണ്ടത്? ഉള്ളൂർ കൈഫ എന്നതിൽ ഹംസത്തുൽ വസ്ലിന് നമ്മൾ ലമ്മ നൽകി ഓതണം. ലമ്മ് ഊ എന്ന് ലമ്മ നൽകിയിട്ട് ഓതണം. നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. തജ്വീദിലെ 10ാമത്തെ ചാപ്റ്ററിലാണ്. എന്താണ്? ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ല്. ഇതിന് ഹംസത്തുൽ വസ്ലി എന്നാണ് പേര്. ഇത് ഫേലുകളിൽ വരുമ്പോൾ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഫതഹോ കസറോ ആണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് കസറ് നൽകുക. ഉദാഹരണമായിട്ട് ഇബ്നു, ഇമ്രഅത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇസ്മുകളിൽ വരുമ്പോൾ അവിടെ കസറ നൽകണം ഹംസത്തുൽ വസ്ലിന്. പിന്നെ മൂന്നാമത്തെ അക്ഷരം ഈ ഇത് കൂട്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഹംസത്തുൽ വസ്ല് അടക്കാണ് മൂന്നാമത്തെ അക്ഷരം എന്നുള്ളത്. അപ്പോൾ വസ്ലിൻ്റെ ശേഷം രണ്ടാമത്തെ അക്ഷരം ലൊമ്മയാണെങ്കിൽ ഇവിടെ വസ്ലിനും ലൊമ്മ നൽകിയാണ് വായിക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ലൊമ്മ നൽകി ഓതണം എന്ന്. അപ്പോൾ ഇവിടെ ഇസ്മുകളിലാണ് വന്നതെങ്കിൽ ഇബ്ന്, ഇമ്രഅത്ത് എന്ന ഇസ്മുകളിലാണ് വന്നതെങ്കിൽ അവിടെ കസറ നൽകിയാണ് ഓതണം എന്ന് നമ്മൾ എഴുതണം. അതുപോലെ അൽഹംദുലില്ല, അർറഹ്മാനി, അല്ലാഹുല്ലദി, അല്ലദി എന്നിങ്ങനെ വരുമ്പോഴാ അവിടെ നമ്മൾ ഫതഹ ചെയ്താണ് ഓതേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാം. ജലാലത്തിൻ്റെ ഇസ്മിൽ നമ്മൾ ഫതഹ നൽകി ഓതണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ലാ തഅ്മനുന എന്നതിലെ നൂനിനു മേൽ ഡാഷ് ചെയ്താണ് ഓതേണ്ടത്. എന്താണ്? ഇഷ്മാം. അവിടെ ഇഷ്മാം ചെയ്ത് ഓതണം. അപ്പോൾ ബിസ്മില്ലാഹി മജ്രേഹ എന്ന 12ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്ന പാഠഭാഗങ്ങളും നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും തന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ തന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ എത്ര? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുണ്ട്. 6000-ൽ പരം വരുന്ന ആയത്തുകളുണ്ട്. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. വിശുദ്ധ ഖുർആൻ ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മനസ്സിലാക്കുക. കൽബുൽ ഖുർആൻ എന്ന പേരുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. മുൻജിയ, മാനിയ എന്നൊക്കെ പേരുള്ളത് സൂറത്തുൽ മുൽക്ക്. പാരായണം ചെയ്ത ദാരിദ്ര്യം പിടിപെടില്ല സൂറത്തുൽ വാഖിയ. സൂറത്തുൽ ഫാത്തിഹയിൽ പറയപ്പെടുന്ന പേരുകളുണ്ട്, മറ്റു പേരുകൾ. അപ്പോൾ അതൊന്ന് 2 എഴുതാൻ 3 എഴുതാന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഉമ്മുൽ ഖുർആൻ, സബു മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ, അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച 2 സന്ദർഭങ്ങൾ. മരണാസന്നയായ ആരുടെ അടുത്തും മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. പാഠ തജ്വീദത്തെ അവസാന ചാപ്റ്ററാണ്, മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഒരു മുസ്ലിം എല്ലാ ദിവസവും ഫാത്തിഹ നിർബന്ധമായി എത്ര തവണ ഓതണം? നമ്മൾ 17 തവണ. നിസ്കാരം 17 റക്അത്ത് നമ്മൾ ദിവസവും ഫർള് നിസ്കാരങ്ങൾ. അപ്പോൾ ആ ഫർള് നിസ്കാരങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ഓതപ്പെടുന്ന സൂറത്താണ്. അതുകൊണ്ടാണ് സബ് മസാനി എന്ന് പേര് ലഭിച്ചത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. 17 തവണയാണ് ഓതുന്നത്. സൂറത്തുൽ
മുൽക്കിലെ ആയത്തുകൾ എത്ര? സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുകളുണ്ട്. 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നു. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്ന സൂറത്താണിത്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേള് കുത്തിയത് എത്ര തവണയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേള് കുത്തിയത്? 16 തവണ തേള് കുത്തിയിട്ടുണ്ട്. അപ്പം അത് ഇമാമ് ഹദീസ് ഉദ്ധരിച്ചതും അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പാഠത്തിൽ എങ്ങനെയായിരുന്നു ഹദീസ് ഉദ്ധരിച്ചിരുന്നത് ചോദ്യമായിട്ടൊക്കെ വരാം. 5 വരി കുറയാതെ എഴുതാൻ വരാം. ഒക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അഷൈഖു അബുൽ ഫതഹിൽ ബുസ്തി റളിയല്ലാഹു അൻഹു ഏത് കാലഘട്ടത്തിലെ കവിയാണ്? നമ്മളെ തസ്കിയല ബൈത്ത് വരുന്നുണ്ട്. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്, ലായസ് അത് കസ്ലാന് എന്നതിൽ മടിയൻ വിജയിക്കുകയില്ല. അവിടെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, കാല അഷൈഖു അബുൽ ഫതഹിൽ ബുസ്തി ഷായിറുൽ അഹദിൽ അബ്ബാസി കാലഘട്ടത്തിൽ ഉള്ള കവിയാണ്. അബ്ബാസി കാലഘട്ടത്തിലുള്ള കവിയാണ് ഷെയ്ഖ് അബുൽ ഫതഹിൽ ബുസ്തി റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ അബ്ബാസി കാലഘട്ടം എന്ന് എഴുതാം. അടുത്തതാ, 1,00,000 തവണ ഓതിയാൽ അതാഖത്തു മിനന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഒരാൾ തൻ്റെ മരണരോഗത്തിൽ കുൽ ഹുവല്ലാഹു അഹദ് 100 തവണ ഓതിയാൽ അവനെ ഖബർ ശിക്ഷിക്കുകയില്ല എന്നും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് നിർഭയനാവുമെന്നും മലക്കുകളുടെ കരങ്ങളിലായി സിറാത്ത് പാലം വിട്ടുകടക്കുമെന്നും ഈ സൂറത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ 1,00,000 തവണ ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ശരീരത്തെ അവൻ വാങ്ങിയവനായി, അതിനാൽ അവൻ നരകത്തിൽ നിന്ന് മോചിതനായി. അതാണ് അത്താക്കു മിനന്നാർ. അതിനാൽ അവൻ നരകത്തിൽ നിന്ന് മോചിതനായി, അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ശരീരത്തെ അവൻ വാങ്ങിയവനായി. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു താല എളുപ്പമാക്കും. ആർക്കാണ്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമിന്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. 13ാമത്തെ ചാപ്റ്ററിലെ ജവാമിൽ കലിമി എന്നതിൽ നിന്ന് വന്നതാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ അതിന്ന് ചോദ്യം വരാം. അടുത്തതാ, ഉമ്മു അയ്യൂബും ഭർത്താവും രാത്രി ഉറക്കമൊഴിച്ചിരുന്നു. കാരണം എന്തായിരുന്നു? അപ്പം തസ്കിയയിൽ 9ാമത്തെ പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? തിരുദൂതരുടെ മുകളിലായി എന്നതായിരുന്നു കാരണം. രാത്രി ഉറക്കമൊഴിച്ചിരുന്നു. എന്തായിരുന്നു കാരണം? തിരുദൂതരുടെ മുകളിലായി പോയി എന്നതായിരുന്നു കാരണം. അന്ന് ഉറക്കമൊഴിക്കുകയും ചെയ്തു. മുകളിലെ നിലയിൽ അവരുടെ ചലനം കാരണം തിരുദൂതരുടെ മേൽ വല്ലതും ഉതിർന്നു വീഴുമോ എന്ന ഭയപ്പെട്ടതുമായിരുന്നു കാരണം. അബുൽ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ താമസിച്ചു. അങ്ങനെ ഉമ്മു അയ്യൂബും ഭർത്താവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുകളിലെ നില ഒരുക്കി കൊടുത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ എന്നെ സമീപിക്കുന്നത് കൊണ്ട് താഴെ ആവുന്നതാണ് കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞ് താഴെ നില തിരഞ്ഞെടുത്തു. അന്ന് രാത്രി ഉമ്മു അയ്യൂബും ഭർത്താവും ഉറങ്ങിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവർ മുകളിലെ നിലയിലായി, അതുകൊണ്ട് തിരുദൂതർക്ക് മുകളിലായി എന്നതും അവരുടെ ചലനം കാരണം തിരുദൂതരുടെ മേൽ വല്ലതും ഉതിർന്നു വീഴുമോ എന്ന് ഭയപ്പെട്ടതുമായിരുന്നു കാരണം. അപ്പം അത് മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്?
ഇത്തകാസുല ഫിൽ ഖൈറാത്തി തത്ലുബുഹാ ഫലൈസ യശ്അദു ബിഖൈറാത്തി കസ്ലാനു. സാരം എഴുതണം. ആ ബൈത്തിൽ നിന്നാണ്. എന്താണ് അതിൻ്റെ സാരം വന്നത്? നീ തേടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ കൈവരിക്കുന്നതിൽ മടി ഒഴിവാക്കുക. കാരണം അലസനായ മനുഷ്യന് നന്മ കൊണ്ട് സൗഭാഗ്യവാനാവില്ല. അപ്പം അത് മനസ്സിലാക്കിയത്. അതുപോലെ മറ്റ് വരികളുടെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും. ഇത് അറബിയിലേക്ക് എഴുതണം, വിവർത്തനം ചെയ്യാം. എന്താ എഴുതാം നമുക്ക്? സാർജിയോ ഇലൽ ബൈത്തി ഒതൻ. ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും. സാർജിയോ ഇലൽ ബൈത്തി ഒതൻ. അപ്പം അത് അറബി തന്നെ വരണമെന്നില്ല. നമുക്ക് മറ്റേതെങ്കിലും വേർഡ്സുകൾ ചേർത്ത് ഇതുപോലെ എഴുതാൻ വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? ഹത്തുൻ നഷ്ഹിൻ്റെ ഒരു മഹത്വം എഴുതണം. ഹത്തുൻ നഷ്ഹിൻ്റെ ഒരു മഹത്വം എന്താ എഴുതാം? നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഹത്തുൻ നഷ്ഹ്. ലോകത്ത് ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, മറ്റു അറബി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഹത്തുൻ നഷ്ഹിലാണ്. അപ്പം അത് മനസ്സിലാക്കാം. എന്നിട്ട് ഒരു മഹത്വം എഴുതാനാണ് പറഞ്ഞത്. അടുത്തത് എന്താണ്? അരിബ എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമം ഏത്? അരിബ എന്നതിലെ റസ്മുൽ ഉസ്മാനി ബദലാണ്. ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം എഴുതൽ. അരിബ, അവിടെ വാവ് വന്നു, ചെറിയൊരു അലിഫ് വന്നു. അതൊക്കെ ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം വന്നതാണ് ബദൽ. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ വസ്ല്, ഫസ്ല്, പിന്നെ മാഫി കിറാത്താനി ഫക്കൊത്തിബ ഇഹ്ദാഹുമ. 2 വിധം കിറാത്തുള്ള പദങ്ങളെ ഒരു വിധത്തിൽ. മലിക്കി, മാലിക്കി എന്നതൊക്കെ, കാല എന്നതൊക്കെ എഴുതുന്ന രീതി മനസ്സിലാക്കുക. അതേപോലെ സിയാദ, ഹദഫ്, അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഉദാഹരണം തന്നിട്ട് നമുക്ക് പാഠത്തിലുള്ള ഉദാഹരണം തന്നെയാണ് തരിക. അപ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് പുതിയൊരു ഉദാഹരണം തരൂല കേട്ടോ. അപ്പോൾ പാഠത്തിലുള്ള ഉദാഹരണം തന്നെ മനസ്സിലാക്കിയിട്ട്, അലാ ദാവൂദ്, അത് പാഠത്തിൽ ഹദഫിന് വന്ന ഉദാഹരണമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഹംസത്തുൽ വസ്ല എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചോദ്യപേപ്പർ ഇതുള്ളത് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ മുമ്പ് വായിച്ചൊരു ഓർമ്മയാണ്. ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്നത്. എന്താണ് ഹംസത്തുൽ വസ്ല? ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ല്. അതിന് ഒരു ഉദാഹരണം എഴുതുക എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിൽ ആദ്യത്തിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. ആദ്യത്തിൽ അലിഫിന് ഹംസത്തുൽ വസ്ലാണ്. എന്നാൽ റബ്ബിൽ ആലമീൻ എന്നുള്ളിടത്തുണ്ട്. അവിടെ നമ്മൾ അലിഫ് നമ്മൾ ഉച്ചരിക്കൂല, ഇടയിൽ വന്നത്. അപ്പോൾ ആദ്യത്തിൽ വന്നത് ഉച്ചരിച്ചു. അപ്പോൾ അതൊരു ഉദാഹരണം, അത് എഴുതാം. മനസ്സിലാക്കുക. ഇനി കുറിപ്പ് എഴുതണം 5 വരെ കുറയാതെ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവതരണ പാശ്ചാത്തലമാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അധ്യായത്തിൻ്റെ അവതരണം. എന്താണ്? ഖുറൈശികൾ അവരുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ബിംബങ്ങളെ ആരാധിക്കുന്നവരായി അവരുടെ ആവശ്യങ്ങൾ അവയോട് പ്രാർത്ഥിക്കും. ആഘോഷങ്ങളിൽ അവയ്ക്കു വേണ്ടി അറിവ് നടത്തും. അപ്പോൾ അവയെ ആരാധിക്കുന്നതിൽ ഉള്ള വിവരക്കേടിനെ നബി തങ്ങൾ വെളിപ്പെടുത്തി അവയോട് പ്രാർത്ഥിക്കുന്നതിലുള്ള വിഡ്ഢിത്തത്തെയും. അപ്പോൾ അവർ നബിയോട് നബിയുടെ റബ്ബിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും ആരാധ്യൻ്റെ തറവാടിനെക്കുറിച്ചും ചോദിച്ചു. അബുൽ ആലിയ എന്നവർ പറയുന്നു. നബി തങ്ങൾ മുസ്ലിങ്ങളുടെ ആരാധ്യനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവർ നിന്റെ റബ്ബിൻ്റെ തറവാട് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെട്ടു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഈ അധ്യായവുമായി വന്നു. ഇതാണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവതരണ പാശ്ചാത്തലം. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കുക. ഈ സൂറത്തിൻ്റെ സ്ഥാനം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക.
അടുത്തത് എന്താണ് വന്നത്? ഖുർആനിലെ മഹത്വമുള്ള ചില സൂറത്തുകൾ തജ്വീദിൽ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ചാപ്റ്ററിൽ. അതിനെക്കുറിച്ചിട്ടാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു ചെറുതായിട്ട്. അപ്പം നമുക്ക് ഇവിടെ എന്താ എഴുതാം? വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾ ഉണ്ട്. ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ളതും ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ 17 തവണ നിർബന്ധമായ പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണിത്. അതുപോലെ കൽബുൽ ഖുർആൻ ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഹത്തം ചെയ്ത പ്രതിഫലം ലഭിക്കും. അതാണ് സൂറത്ത് യാസീന്. മനസ്സിലാക്കുക. അതുപോലെ 30 ആയത്തുള്ളൊരു സൂറത്തുൽ മുൽക്ക്. ഒരാൾ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതിയാലേ അവരുടെ ദോഷങ്ങളൊക്കെ പൊറുക്കുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്ന സൂറത്താണിത്. മനസ്സിലാക്കുക. പിന്നെ സൂറത്തുൽ വാക്കിയ, ഒരിക്കലും ദാരിദ്ര്യം പിടിപെടുകയില്ല. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. നിസ്കാര ശേഷവും രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി പതിവാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ആമന റസൂല്. രാത്രിയിൽ പാരായണം ചെയ്താൽ പുരലുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതും രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നും രക്ഷയും അത് നൽകുന്നു. അപ്പോൾ അതൊക്കെ ഖുർആനിലുള്ള ചില സൂറത്തുകളുടെയും ആയത്തുകളുടെയും മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സൂറത്തുകളുടെ മഹത്വം, സൂറത്തുകൾ യാസീന്, ഫാത്തിഹ, മുൽക്ക്, വാക്കിയ ഇതൊക്കെ പറയാം. ആയത്തുകളുടെ മഹത്വം ചോദിച്ചാൽ ആയത്തുൽ കുർസിയെ കുറിച്ചും ആമന റസൂലിയെ കുറിച്ചിട്ടും എഴുതുക. അപ്പോൾ രണ്ടും പ്രത്യേകമായിട്ട് ആ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾ തജ്വീദിലെയും തസ്കിയയിലെയും തഹസീസ് വരുന്നത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് ഈ 5 വരിയിൽ കുറയാതെ എഴുതാൻ വരിക. അപ്പോൾ ഓരോ പാഠത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിടും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.